നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കില്ലെന്ന് ഫിൻഗൽ കൌണ്ടി കൌൺസിൽ. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കില്ലെന്ന് നിലപാടെടുത്ത ഫിൻഗൽ കൌണ്ടി കൌൺസിൽ. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കാനില്ലെന്ന് വ്യക്തമാക്കിയ രാജ്യത്തെ ആദ്യ പ്രാദേശിക അതോറിറ്റിയാണ് ഫിൻഗൽ കൌണ്ടി കൌൺസിൽ. സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് നിലനിർത്തി. പലിശ നിരക്ക് സ്ഥിരമായി നിലനിർത്തി യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. തുടർച്ചയായ രണ്ടാം തവണയും പ്രധാന നിക്ഷേപ സൗകര്യ നിരക്ക് 2% തന്നെ തുടർന്നേക്കും. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. കള്ളപ്പണം വെളുപ്പിക്കൽ, മനുഷ്യക്കടത്ത് എന്നീ കുറ്റകൃത്യങ്ങളിലാണ് അറസ്റ്റ്. ഡൊണഗൽ ഡിവിഷനിലെ ഗാർഡയാണ് ഇവരെ പിടികൂടിയത്. കഴിഞ്ഞ വർഷം അയർലൻഡ് ജുഡീഷ്യൽ കൌൺസിലിന് ലഭിച്ചത് 111 ജഡ്ജിമാർക്കെതിരായ പരാതി. എന്നാൽ ലഭിച്ച പരാതികളിൽ ഒന്നുപോലും കൌൺസിലിന് സ്വീകാര്യമായില്ല. അയർലൻഡിലെ ഹരിതഭംഗി ഏറ്റവും കൂടുതലുള്ള സ്ഥലമായി മാറി കൌണ്ടി കറിയിലെ ഡിംഗിൾ ഉപദ്വീപ്. അയർലൻഡ്സ് ഗ്രീനസ്റ്റ് പ്ലേസസ് 2025 ഡിംഗിൾ ഉപദ്വീപ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഡബ്ലിൻ 12 അപ്പാർട്ട്മെന്റ് നിർമ്മാണത്തിനായി ആസൂത്രണ അപേക്ഷ സമർപ്പിച്ച ഡബ്ലിൻ സിറ്റി കൌൺസിൽ. ക്രംലിൻ റോഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് സമർപ്പിച്ചിരിക്കുന്നത്. 5G മാസത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ്. 45 വയസ്സുള്ളയാൾക്കെതിരെയാണ് കുറ്റം ചുമത്തിയത്. ഐറിഷ് മലയാളികളായ ദമ്പതികളുടെ 8 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. തിരുവനന്തപുരം വടുവൂർ കോണം സ്വദേശികളായ ബെർലിൻ രാജിന്റെയും സഫി ഫ്ലോറൻസിന്റെയും ഇളയ മകൻ ഐസക് ബെർലിനാണ് മരിച്ചത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. അനീഷിന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് കുടുംബം. സ്ലൈഗോയിലെ ക്ലൂനമഹാൻ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി സെന്ററിൽ കെയർ അസിസ്റ്റന്റായിരുന്ന അനീഷിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. മകൻ കൊടിയ മാനസിക പീഡനത്തിന് ഇരയായതായാണ് പിതാവിന്റെ പരാതി. ഇന്ത്യക്കും ചൈനയ്ക്കും തീരുവ ചുമത്തണമെന്ന് G7 രാജ്യങ്ങളോട് US. ഇന്ത്യക്കും ചൈനയ്ക്കും തീരുവ ചുമത്തണമെന്ന് G7 രാജ്യങ്ങളോട് US. കനേഡിയൻ ധനമന്ത്രി ഫ്രാങ്കോയിസ് ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന G7 രാജ്യങ്ങളുടെ യോഗത്തിലാണ് അമേരിക്കൻ പ്രതിനിധി ഈ ആവശ്യം ഉന്നയിച്ചത്. കൌണ്ടി മീത്തിൽ വാഹനാപകടത്തിൽ സൈക്കിൾ യാത്രികൻ മരിച്ചു. 80-കാരനാണ് മരിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യയ്ക്ക് മേൽ 50% തീരുവ ചുമത്തിയ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ മുഷിച്ചലുണ്ടാക്കിയെന്ന് സമ്മതിച്ച ഡൊണാൾഡ് ട്രംപ്. വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ആദ്യമായി മണിപ്പൂരിലെത്തി പ്രധാനമന്ത്രി. ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും നാടാണ് മണിപ്പൂരെന്ന് പ്രധാനമന്ത്രി. അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഉപരോധമുള്ള ടാങ്കർ കപ്പലുകൾ തങ്ങളുടെ അധീനതയിലുള്ള തുറമുഖങ്ങളിൽ വിലക്കി അദാനി പോർട്സ്. നടപടി ഇന്ത്യയിലേക്ക് റഷ്യൻ എണ്ണയുടെ വരവിനെ ബാധിച്ചേക്കും. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള നിയമ ഭേദഗതി ബില്ലിന് മന്ത്രിസഭായോഗത്തിൽ അംഗീകാരം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. തലസ്ഥാന നഗരിയിലെ പ്രധാന ക്ഷേത്രങ്ങൾക്ക് ബോംബ് ഭീഷണി. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനും ആറ്റുകൽ ക്ഷേത്രത്തിനുമാണ് ബോംബ് ഭീഷണി. ലോങ് ജംപ് ലോക റെക്കോർഡിനുടമയും പരിശീലകനുമായ മൈക്ക് പവലിനെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് അത്ലറ്റിക്സ് ഇന്റഗ്രിറ്റി യൂണിറ്റ്. സ്വതന്ത്ര ട്രിബ്യൂണലായ AIU-വിന്റേതാണ് ഉത്തരവ്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ തകർപ്പൻ ജയത്തോടെ പാകിസ്ഥാൻ. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ തകർപ്പൻ ജയത്തോടെ പാകിസ്ഥാൻ. ഒമാനെ 93 റൺസിനാണ് പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ വീണ്ടും മഴയെത്തുന്നു. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. അയർലൻഡിൽ അതിശക്തമായ കാറ്റിന് സാധ്യത. അയർലൻഡിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ അതിശക്തമായ കാറ്റിന് സാധ്യത. പടിഞ്ഞാറൻ കൌണ്ടികളിൽ യെല്ലോ വാർണിംഗ് പുറപ്പെടുവിച്ചു. ക്ലെയർ, ഗാൽവേ, കെറി എന്നീ കൌണ്ടികളിലാണ് അതിശക്തമായ കാറ്റിന് ഇടയുള്ളത്. വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.